ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ട്രെയിലറിന്റെ അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ഓഗസ്റ്റ് 17 മറ്റന്നാൾ വൈകുന്നേരം 5 മണിക്ക് ട്രെയിലർ റിലീസ് ചെയ്യുന്നുള്ളത്. അങ്ങനെ ഈ മാസം തന്നെ ട്രെയിലർ റിലീസ് ഉണ്ടാവും എന്നുള്ളത് നമുക്ക് അറിയായിരുന്നു. അത് ഏത് ഡേറ്റിലായിരിക്കും വരിക എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളെല്ലാവരും നിന്നുണ്ടായിരുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷകളും ഇല്ലാതെയാണ് എല്ലാവരും ഇരിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. വെങ്കട് പ്രഭു, ദളപതി വിജയ് ഒരു കോമ്പിനേഷൻ വലിയ കാര്യത്തിൽ അങ്ങോട്ട് കുറെ പേർക്ക് പിടിച്ചിട്ടില്ല. കാരണം അത് വെങ്കട് പ്രഭുവിന്റെ കുറെ ഫ്ലോപ്പ് സിനിമകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല, ഈ സിനിമയുടെ പാട്ടുകൾ പിടിച്ചിട്ടില്ല. പിന്നെയും കുറച്ച് പ്രതീക്ഷകൾ നമുക്ക് തോന്നിയത്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ജനറൽ ഓഡിയൻസിന് പ്രതീക്ഷകൾ തോന്നിയത് പോസ്റ്റേഴ്സിലാണ്. പാട്ടിന്റെ ക്ഷീണം വരുമ്പോൾ ഒരു പോസ്റ്റേഴ്സ് ഇറക്കിയിട്ട് ഹൈപ്പ് കൂട്ടും. കാരണം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുള്ള 2-3 പോസ്റ്റേഴ്സ് കിടിലൻ പോസ്റ്റേഴ്സ് ആണ്. അത് ഐമാക്സിന് വേണ്ടി റിലീസ് ചെയ്ത പോസ്റ്റർ, പിന്നെ അതേപോലെ തന്നെ ഒരു ഗൺ വെടിവെച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ ഉണ്ട്. അതും നല്ല പോസ്റ്ററാണ്, നല്ല രസമായിട്ടുണ്ട്. ടോട്ടലി പോസ്റ്റേഴ്സ് നല്ല വർക്കാണ്. പക്ഷെ സോങ്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിസപ്പോയിന്റ്മെന്റ് ആണ് ഇതുവരെയുള്ളത്. സോങ്സ് അവിടെ നിൽക്കട്ടെ, നമുക്ക് സിനിമ വരുമ്പോൾ എങ്ങനെയുണ്ടെന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം. ട്രെയിലറിൽ നമുക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. കാരണം മാസിന്റെ ട്രെയിലറൊക്കെ നല്ല ട്രെയിലറായിരുന്നു. എൻ്റെ പടം വന്നപ്പോൾ മോശമായിരുന്നു. മാസിന്റെ കൺസെപ്റ്റും തീമൊക്കെ നന്നായിരുന്നു, പക്ഷെ പടം അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല ആൾക്കാർക്ക്. സോ അതേപോലെ എന്തെങ്കിലും സംതിങ് എന്താ പറയാ, ഒരു ബിഗ്ഗസ്റ്റ് സംഭവമാണോ വെങ്കട് പ്രഭു ഇതിൽ കുക്ക് ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് കണ്ടന്റ് അറിയണം. കാരണം വെങ്കട് പ്രഭു അത്തരത്തിൽ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്, അങ്ങനെ കാലിബർ ഒരു ഡയറക്ടറാണ്. ഇപ്പൊ ടൈം ട്രാവലൊക്കെ മാനാട്ടിൽ എന്ത് രസമായിട്ട് പുള്ളി ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ കണ്ടു. കാരണം അത്രയും ബെസ്റ്റ് മൂവിയാണ്, വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ് എനിക്ക് പുള്ളിയുടെ, വെങ്കട് പ്രഭുവിന്റെ മാനാട് എന്ന് പറയുന്നത്. മങ്കാത്ത ഒന്നും പറയണ്ട. അപ്പൊ പുള്ളിയുടെ കഴിവില്ലാത്ത ഡയറക്ടറോ കാര്യങ്ങളൊന്നും അല്ല. നല്ല സ്ക്രിപ്റ്റും നല്ല സമയവും കാര്യങ്ങളൊക്കെ റെഡി ആയി വന്നു കഴിഞ്ഞാൽ ഒരു വമ്പൻ ഹിറ്റ് അടിക്കാനുള്ള ചാൻസ് തന്നെയുണ്ട് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്. എന്റെ മനസ്സ് പറയുന്നത് ഈ പടം ഒരു സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവുന്നതാണ്. ഈ സിനിമ ഹിറ്റായില്ലെങ്കിലും ദളപതി വിജയ് ആയതുകൊണ്ട് തന്നെ പടം ഫ്ലോപ്പ് ആണെങ്കിലും പെട്ടിയിൽ കാശ് വീടും, പ്രൊഡ്യൂസർ സേഫ് ആവും. അതല്ല ഇവിടുത്തെ വിഷയം. ടോട്ടലിയുള്ള അഭിപ്രായങ്ങൾ എങ്ങനെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിലെ ട്രെയിലറിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തിരിക്കാം. ട്രെയിലറിൽ എന്തൊക്കെ സസ്പെൻസ് അവർ മാറ്റി വെച്ചിട്ടുണ്ട്, അതല്ലെങ്കിൽ എന്തൊക്കെ ഹിന്റുകൾ അതിൽ കൊടുക്കുന്നുള്ളത് ഒക്കെ നമുക്ക് കണ്ടന്റ് അറിയേണ്ടി വരും. സെപ്റ്റംബർ 5 സിനിമ റിലീസ് ചെയ്യുന്നത്. പുലർച്ചെ 4 മണി തൊട്ട് തന്നെ കേരളത്തിൽ എല്ലായിടത്തും ഷോകൾ തുടങ്ങും, ഫാൻ ഷോസ് കാര്യങ്ങൾ. കേരളത്തിൽ ഫാൻ ഷോസ് പുലർച്ചെ 4 മണിക്കോ 2 മണിക്കോ വെച്ച് കഴിഞ്ഞാൽ ഫില്ലാവുന്ന 2 നടന്മാരെ സൗത്ത് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലുള്ളൂ. അതൊന്ന് ദളപതി വിജയ്, പിന്നെ ലാലേട്ടനാണ്. എൻ്റെ അറിവിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. സോ എന്തായാലും ട്രെയിലർ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വീഡിയോ എന്തായാലും ചെയ്യണം. വീഡിയോസിനുള്ള ഗ്യാപ്പുകളൊന്നും കിട്ടുന്നില്ല, എങ്കിലും ഉള്ള ഗ്യാപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ, അതായത് നമ്മൾ ട്രെയിലർ കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.